അടി ഇരന്ന് വാങ്ങിക്കാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ഇന്നത് നേരിട്ട് കണ്ടു. അമ്മയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഞാൻ ആശുപത്രി പോയതാ. ഞാൻ നോക്കുമ്പോ നമ്മുടെ ശംഖു അവിടെ നിൽക്കുന്നു. അവന് പനിയായിരുന്നു, പക്ഷെ ഇപ്പൊ അത് പണിയായി. എന്തോന്ന്? പുള്ളിക്കാരന്റെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടോണ്ടിരിക്കുക ഞാൻ പോരുമ്പോ. അവൻ വീണോ? അല്ലെന്നേ, പുള്ളിയുടെ ടോക്കൺ വിളിക്കാൻ നേരം തീരെ വയ്യാത്ത ഒരാളെയും കൊണ്ടൊരു ചങ്ങാതി വന്നു. പാവം, അങ്ങനെ ചുമച്ച് ശ്വാസം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു. കൂടെ വന്നയാള് കാല് പിടിച്ചു പറയും പോലെ പറഞ്ഞു, ഞങ്ങൾ ഒന്ന് കാണിച്ചോട്ടെ, അച്ഛന് തീരെ വയ്യാത്തതാണെന്ന്. ശംഖു അനങ്ങിയില്ല. ഞാൻ കണ്ടിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടാ മതിയെന്നും പറഞ്ഞ ഒറ്റ നിപ്പ്. അങ്ങേര് പിന്നെയും പറഞ്ഞപ്പോ ശംഖു തെറി വിളിച്ചു. അത്രേ ശംഖുവിന് ഓർമ്മയുള്ളൂ. അത്യാവശ്യക്കാർക്ക് പരിഗണന കൊടുക്കണ്ടേ? പ്രത്യേകിച്ചും ആശുപത്രി പോലുള്ള സ്ഥലങ്ങളിൽ. അനുഭവിക്കട്ടെ. മാനുഷികമായ പരിഗണനകൾ നൽകേണ്ടിടത്ത് അത് നൽകുക തന്നെ വേണം. ആശുപത്രി പോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും. നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു രോഗിക്ക് എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുക എന്നത് നമ്മുടെ ചുമതലയായി തന്നെ കരുതണം. അവിടെ മുൻഗണനാക്രമത്തിനോ നമ്മുടെ തിരക്കുകൾക്കോ അല്ല പ്രാധാന്യം നൽകേണ്ടത്. ആശുപത്രി സന്ദർശിക്കുന്ന രോഗികളും ബന്ധുക്കളും അവരുടെ ഇത്തരം ചുമതലകളെക്കുറിച്ച് ബോധവാന്മാരല്ലാത്തത് കാരണം എത്രയോ വാക്ക് തർക്കങ്ങളും അക്രമ സംഭവങ്ങളും ആശുപത്രികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. നിർബന്ധമായും തിരുത്തപ്പെടേണ്ടതാണ്. നമ്മുടെ അവസരം നമ്മളെക്കാൾ അത്യാവശ്യമാണെന്ന് നമുക്ക് ബോധ്യമുള്ള മറ്റൊരാൾക്ക് നൽകുന്നത് സ്നേഹമാണ്, സമാധാനമാണ്, നമ്മുടെ ഉയർന്ന വ്യക്തിത്വവുമാണ്. മറക്കരുത്. ലെറ്റ് us ചേഞ്ച്.